ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അപ്പച്ചൻ നമ്മളെ ഓരോരുത്തരെയും എത്ര അത്ഭുതകരമാവണം ഓരോ ദിനവും വഴി നടത്തുന്നു. ഈ വർഷത്തിന്റെ 10ാം മാസത്തിന്റെ അവസാന ദിനങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ നാം ഒരു കാര്യം ചിന്തിച്ചു നോക്കുക. കർത്താവിന്റെ കൃപ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മിൽ കൂടിയവരും കുറഞ്ഞവരും പ്രായത്തിൽ ഹല്ലേലൂയ, ആരോഗ്യത്തിലൊക്കെ മെച്ചപ്പെട്ട ജീവിതങ്ങൾ ഹല്ലേലൂയ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ച ആ നല്ല കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവിന്റെ കൃപ ഒന്ന് മാത്രമാണ്, നമ്മുടെ കഴിവും മിടുക്കും ഒന്നുമല്ല പ്രിയ മക്കളെ. യേശുപ്പച്ചൻ നമ്മളെ വഴി നടത്തുന്ന ആ ഹല്ലേലൂയ കൃപകൾക്കായി കർത്താവപ്പച്ചന് നമുക്ക് നന്ദിയുള്ളവരായി തീരാം. സ്തുതി സ്തോത്രങ്ങളായി ദിനം തോറും നമുക്കായിത്തീരാം. കിട്ടുന്ന ആയുസ്, അപ്പൻ തരുന്ന ഓരോ ദിനവും കർത്താവപ്പച്ചന് പ്രയോജനപ്പെട്ട് നമുക്കായിത്തീരാം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. പ്രിയ മക്കളെ നോക്കൂ, നമുക്ക് ലഭിക്കുന്നതായ പ്രതിഫലം നോക്കി നാം കടന്നു പോകുന്നതായ കഷ്ടതകളും പ്രയാസങ്ങളും മറന്ന് അവയെല്ലാം നൊടിനേരത്തേക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ പൂർവാധിക്യം ബലപ്പെടുവാനിടയായിത്തീരും. ഭൗതികമായുള്ള കാര്യങ്ങളിൽ നാം ഓടി സമയങ്ങൾ കൂടുതൽ ചെലവഴിക്കുമ്പോൾ നാം ചിന്തിക്കണം, ആത്മീയമായി ഞാൻ എന്തു നേടിയെന്ന്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന നാളുകളിൽ നമ്മൾ ആത്മീയമായിട്ട് ഹല്ലേലൂയ മുന്നേറുന്നവരായിരിക്കണം. ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ പങ്കുള്ളവരായി കർത്താപ്പച്ചന്റെ സന്നിധി മുഴങ്കാൽ മടക്കുവാൻ സമയങ്ങൾ കണ്ടെത്തുന്നവരായിരിക്കണം. പ്രിയ മക്കളെ, കഷ്ടം സഹിക്കുന്നുവെങ്കിലും ഞാൻ ഇടുങ്ങിയിരിക്കുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പ്രിയരെ, ക്രിസ്തുവിന്റെ പടയാളിയാകുക എന്നുള്ളത് പ്രയാസമേറിയ കാര്യമാ. ക്രിസ്തുവിന്റെ സാന്നിധ്യം നാം വേണ്ടും വണ്ണം അനുഭവിക്കുന്നുവെങ്കിൽ നമ്മിൽ കടന്നു വരുന്ന രോഗവും ദുഃഖവും ആത്മീയ ജീവിതത്തെ ഒരു നാളും പരാജയപ്പെടുത്തുകയില്ല. ഹല്ലേലൂയ. നോക്കൂ, രോഗവും ദുഃഖവും ഒരു ദൈവ പൈതലിൽ കടന്നു വരുമ്പോൾ അവർക്കതെല്ലാം സഹിപ്പാൻ അപ്പച്ചൻ വചനങ്ങൾ തന്ന് സന്തോഷം ഹല്ലേലൂയ നമ്മെ ധരിപ്പിക്കും. നമ്മുടെ ദുഃഖം മറക്കുവാൻ, നമ്മുടെ പ്രയാസം മറക്കുവാൻ കാരണമായി തീരും. ഹല്ലേലൂയ. പലപ്പോഴും പെട്ടെന്ന് വരുന്ന ചിലരുടെ മരണം നമ്മെ വളരെ ദുഃഖത്തിലാക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത വിധത്തിലാക്കും. പക്ഷേ കർത്താപ്പച്ചൻ നമുക്ക് പല വചനങ്ങളും തന്ന് അപ്പൻ നമ്മളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധി നമുക്ക് വിശ്വസ്തയോടെ നമ്മൾ ഹല്ലേലൂയ കാണുന്നതിനെയല്ല കാണാത്തതിനെ തന്നെ നോക്കി ഹല്ലേലൂയ നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടോടാ. ഹല്ലേലൂയ. മരുഭൂമിയിൽ മന്ന നൽകി തരുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പല വിധത്തിൽ നമ്മെ സഹായിക്കാമെന്ന് പറഞ്ഞ കരങ്ങൾ നമ്മിൽ നിന്ന് അകന്നു പോകാം. നമ്മുടെ സാഹചര്യങ്ങൾ എല്ലാ വിധത്തിലും ഏതു നേരത്തിലും പ്രയാസമായി വരുമ്പോഴും നമ്മുടെ വിശ്വാസത്തെയും ദൈവിക പ്രത്യാശയെയും വർദ്ധിപ്പിക്കുവാൻ ദൈവിക കരം നമുക്കായിട്ട് ഹല്ലേലൂയ തുറന്നു വരുന്നതായിട്ട് നമുക്ക് അനുഭവിപ്പാൻ, നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. പ്രിയ മക്കളെ, ദൈവം തൻ്റെ മക്കളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 8:35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നോക്കൂ, നമ്മുടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉപദ്രവങ്ങള് സങ്കടങ്ങൾ പട്ടിണികൾ എന്തെല്ലാം കടന്നു വന്നാലും അപ്പന്റെ സ്നേഹത്തിൽ നമുക്ക് ഇവയിൽ നിന്നൊന്നും വേർപിരിക്കുവാൻ സാധ്യമാകുകയില്ല.
പലപ്പോഴും പല കാരണങ്ങൾ ഹല്ലേലൂയ ശത്രുവാകുന്ന പിശാച് നമ്മുടെ മധ്യത്തിൽ കൊണ്ടിടും. എന്തിനാ? നമ്മെ ക്രിസ്തുവിൽ നിന്ന് വേർപിരിക്കുവാൻ വേണ്ടി. പക്ഷെ യേശുപ്പച്ചന്റെ സ്നേഹം മനസ്സിലാക്കിയ ഒരു ദൈവ പൈതൽ എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വന്നാലും അപ്പച്ചന്റെ സ്നേഹം ഉള്ളത് കൊണ്ട്, അപ്പൻ നമ്മെ കരുതുന്നത് കൊണ്ട് ഒരു നാളും നമ്മൾ ഹല്ലേലൂയ അപ്പനിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുവാൻ ഇടയാകുകയില്ല. അതിന് കഴിയത്തില്ല. അത് നമ്മൾ ഇഷ്ടപ്പെടുകയില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മെ കരുതുന്ന അപ്പൻ. നോക്കൂ, ദാവീദിന് തന്റെ അപ്പനും അമ്മയും മറന്നെങ്കിലും യഹോവയായ ദൈവം അവനെ മറന്നില്ല. നമ്മെ ഒരിക്കലും ഹല്ലേലൂയ കൈവിടാത്ത അപ്പൻ, ഏതു നേരത്തും ഓർക്കുന്ന, കൈപിടിച്ച് നടത്തുന്ന കർത്താപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ലഭിക്കണമെന്ന് നാം വിചാരിക്കുന്ന പലതും നമുക്ക് ലഭിക്കാതിരിക്കും. ഹല്ലേലൂയ. അതായത് കയ്യടിയോ പ്രശംസയോ സ്നേഹമോ ഹല്ലേലൂയ എന്ത് തന്നെയായാലും ഇവിടെ ലഭിച്ചില്ലെങ്കിലും പ്രതിഫലം ലഭിക്കുന്നതായ ഒരു ദിവസമുണ്ട് പ്രിയ മക്കളെ. അതിനായിട്ട് നമ്മൾ ഹല്ലേലൂയ ഒരുങ്ങിക്കാത്തിരിക്കുക. അപ്പനിൽ നിന്നുള്ള ആ പ്രതിഫലം ലഭിച്ചാൽ പിന്നെ എന്താണ് പ്രിയ മക്കളെ നമുക്ക് വേണ്ടുന്നത്? ഇതെല്ലാം താൽക്കാലികമാ. ഇവിടെ കാണുന്നതെല്ലാം വിട്ടിട്ടാ പോകേണ്ടത്. ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. ഹല്ലേലൂയ. നിത്യമായ ഒന്നിനു വേണ്ടി നമ്മൾ ഹല്ലേലൂയ ആകാംക്ഷയോടെ ഹല്ലേലൂയ ദിവസങ്ങളിൽ ആയിരിക്കുന്നുവെങ്കിൽ അപ്പനോടൊത്തൊരുമിച്ച് നമുക്ക് വസിപ്പാനിടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് നാം അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ മനുഷ്യർ പുറമേ നോക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ആത്മീയ ജീവിതം അവർക്ക് ഹല്ലേലൂയ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം പുറമേ ഉള്ളവർക്കൊന്നും അറിയത്തില്ല. പക്ഷേ നമ്മെ അറിയുന്ന അപ്പൻ, നാം മനസ്സിലാക്കുന്ന അപ്പൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഓരോ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നമ്മൾ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആഴം അറിയുവാൻ ഇടയാകുകയുള്ളൂ. ഹല്ലേലൂയ. പുറമേ നോക്കുമ്പോൾ നമ്മൾ ക്ഷീണിച്ച് വല്ലാത്ത അവസ്ഥയിലൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ അകമേയുള്ള ഹല്ലേലൂയ ഹല്ലേലൂയ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നമുക്ക് ഇരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആ അപ്പനുമായിട്ടുള്ള ഹല്ലേലൂയ ആ തേജസ്സിൽ ഹല്ലേലൂയ അപ്പച്ചനെ കാണുവാനുള്ള ആകാംക്ഷയോടെ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം വേറെ ഒന്ന് തന്നെയാണ് പ്രിയ മക്കളെ. എല്ലാവർക്കും അത് പറയുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നമുക്ക് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണി ഹല്ലേലൂയ ദൈവനാമത്തിന് വേണ്ടി നമുക്ക് പോരാടി ജീവിക്കാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം പ്രിയ മക്കളെ. കർത്താപ്പച്ചന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് ഹല്ലേലൂയ എന്തെല്ലാം ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിട്ടാലും അതിനെല്ലാം മറികടന്നു പോകുവാനുള്ള കൃപ, യേശുവിനുള്ള ആ സ്നേഹം, അപ്പച്ചനുള്ള ഹല്ലേലൂയ സന്തോഷം അനുഭവിപ്പാൻ ഓരോ മക്കളെ ഇടയാക്കണമേ. അപ്പന്റെ ആ സാന്നിധ്യം അനുഭവിപ്പാൻ എല്ലാവർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ, വചനം കേൾക്കുന്ന ഓരോ മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ തരുന്നപ്പാ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുപ്പച്ചൻ ഓരോ മക്കളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.